Good morning to all. Yesterday we discussed about what are the stages of research design. Today we learn merits of research design. The merits of research design is the combination of meaning and features of the research design. First merit is it is save time, money and energy. The first merit says it helps to save time, money and energy. അതായത് നല്ലൊരു റിസർച്ച് ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും, മണി സേവ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എനർജി സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മളൊരു നല്ലൊരു റിസർച്ച് ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി, നമ്മളൊരു വീട് പണിയുമ്പോൾ എന്താണ്, നമ്മളൊരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്ന് എന്താണ്, നമുക്ക് ഒരുപാട് ടൈം ലാഗൊന്നും ഇല്ലാണ്ട് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ നമ്മൾക്കൊരു വീട് പണിതെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പറയുന്നത്. അതേപോലെ അത് തന്നെയാണ് റിസർച്ച് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈമും മണിയും എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് it helps to prepare and execute various activities related to the study systematically. അതായത് നമ്മൾ നല്ല രീതിയിൽ ഒരു റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യും, അതേപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റഡി മോർ സിസ്റ്റമാറ്റിക്കലി. അതായത് നല്ലൊരു റിസർച്ച് ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് രീതിയിൽ തന്നെ നമ്മുടെ വർക്ക് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു ഡോക്യുമെൻറ്റ് ദ റിസർച്ച് ആക്ടിവിറ്റീസ്. റിസർച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്, നല്ലൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതാണ് പറഞ്ഞത് ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു ഡോക്യുമെൻറ്റ് ദ റിസർച്ച് ആക്ടിവിറ്റി. റിസർച്ച് ആക്ടിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ എൻഷുർ ദ പ്രോപ്പർ ടൈം ഷെഡ്യൂൾ. അതായത് ഒരു റിസർച്ച് ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓൾസോ ഒരു ടൈം ഷെഡ്യൂളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ടൈം ഷെഡ്യൂളിലാണ് മൂവ് ഓൺ ചെയ്യുന്നതെന്നുള്ളത് എൻഷുർ ചെയ്യാനായിട്ട് റിസർച്ച് ഡിസൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് സക്സസ് അറ്റ് എവരി സ്റ്റേജസ് ഓഫ് വർക്ക്. ദാറ്റ് മീൻസ് നമ്മുടെ എവരി സ്റ്റേജസിൽ സക്സസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ വിചാരിച്ച ടാർഗറ്റ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഓരോ സ്റ്റേജിൽ നമ്മൾ വിചാരിച്ച ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്, അല്ലെങ്കിൽ അത് സക്സസ് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് കോൺഫിഡൻസ് ടു ദ റിസർച്ചർ ഫോർ ദ കംപ്ലീറ്റിംഗ് ദ റിസർച്ച് വർക്ക്. അതായത് റിസർച്ചർക്ക് ആളുടെ റിസർച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് റിസർച്ച് ഡിസൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ മേജർ മെറിറ്റ്സ് ഓഫ് ദ റിസർച്ച് ഡിസൈൻ. I will repeat, it save time, money and energy. It helps for the study systematically and it helps the document research activity and it also help the proper time schedule and it create the success of every stage and also provide the confidence to the researcher for complete their research work. These are the merits of research design. Next we move on types of research design. The types of research design mainly classified into 7 types. First one is exploratory and casual research design. Second is descriptive. Third one is correlational. Fourth is semi or experimental research design. Fifth is experimental research design. Sixth is review and last one is meta analysis. നമ്മൾ ഈ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച്. ഇതൊക്കെ നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രീവിയസ് സെമസ്റ്ററിൽ നിങ്ങൾ ഇതേക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ നമ്മൾ പഠിക്കാൻ പോവാണ്. ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിൽ ഫസ്റ്റ് വരുന്നതാണെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച് ഡിസൈൻ. ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈന് നമ്മൾ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ പറയുന്നതാണ് എക്സ്പീരിയൻസ് സർവേ. Second is secondary data analysis. Third one is case analysis and fourth one is pilot study. The next category is casual research. The casual research is classified as mainly in 2 types. First is simulation and second is experimentation or natural experimentation. We have discussed more about exploratory research design. Exploratory research design is the one type of research design. It is the research conducted for the problem that has not been clearly defined. എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് റിസർച്ച് നമ്മൾ മെയിൻലി കണ്ടക്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം ക്ലിയർലി ഐഡൻറ്റിഫൈ ചെയ്യാത്ത കേസസിലാണ് നമ്മൾ മെയിൻലി എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ റിസർച്ച്
the researcher conduct research for the problem that has not been clearly defined. That case we are used exploratory research design. In exploratory research design we can classify it into 4 types. The first one is experience survey. What is experience survey? That means the survey is to be conducted among the people who have had a practical experience with the problem to be studied. അതായത് സർവേ എക്സ്പീരിയൻസ് സർവേ നമ്മൾ മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾസിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള കേസസിലാണ്. അതായത് റിസർച്ച് വർക്ക് കണ്ടക്ട് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ ആ റിസർച്ചർക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആ പ്രോബ്ലത്തായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ മെയിൻലി എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അടുത്ത് നമ്മൾ അതേക്കുറിച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതാണ് പറഞ്ഞത്, പ്രാക്ടിക്കലായിട്ട് ആൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് ആൾ. ആ ഒരു കേസസിലാണ് നമ്മൾ എക്സ്പീരിയൻസ് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു ബി ദ ഒബ്റ്റെയിൻ ടു സൈറ്റ് ടു ദ പ്രോബ്ലം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് obtain the new information or new knowledge about the problem. നമ്മുടെ എക്സ്പീരിയൻസ് സർവേയിൽ നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അസർട്ടൈൻ ദ ന്യൂ നോളജ് അബൌട്ട് ദ പ്രോബ്ലം. ദാറ്റ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എക്സ്പീരിയൻസ് സർവേ. അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സർവേ ഈസ് കണ്ടക്റ്റഡ് എമംഗ് ദ പീപ്പിൾ ഹൂ ഹാഡ് എ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓർ പ്രാക്ടിക്കൽ നോളജ് with the problem to be studied, and the main objective of the experience survey is to ascertain the practical knowledge or new knowledge to the problem. This is the experience survey. The second one is secondary data analysis. Secondary data analysis എന്ന് പറഞ്ഞാൽ എന്താണ്? The secondary data analysis are those data which have already been collected, tabulated and presented in some form by someone else for the other purpose. സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് ആയിരിക്കാം. അതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ യൂസ് ചെയ്യുകയാണ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ് ആൻഡ് ഹെൽപ്പ് ഫോർ ദ റിസർച്ച്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡറി ഡാറ്റ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റാസ് വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യാണ് ഫോർ ദ പർപ്പസ് ഓഫ് ഗെയിനിങ് നോളജ് ആൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് അവർ റിസർച്ച്. അതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസിൽ പറയുന്നത്. ദ റിസർച്ചർ ഹാസ് ടു മോഡിഫൈ സച്ച് ഡാറ്റ ഫോർ ദ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ്. ദ റിസർച്ചർക്ക് എന്തുണ്ട്? ആൾക്ക് ആ ഡാറ്റാസ് മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? ആളുടെ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട്. ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമ്മൾ യൂസ് ചെയ്യാണ്. ആ യൂസ് ചെയ്യുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ റിസർച്ചർക്ക് ആ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ പറ്റും ഫോർ ദെയർ പേഴ്സണൽ റിക്വയർമെൻറ്റ്. അതാണ് സെക്കൻഡറി ഡാറ്റ അനാലിസിസിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആണ് കേസ് അനാലിസിസ്. കേസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു പെർട്ടിക്കുലർ കേസിനെ സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസിനെ നമ്മൾ എക്സാമിൻ ചെയ്യുക. അതാണ് കേസ് അനാലിസിസിൽ പറയുന്നത്. അപ്പോൾ ഇത് പറയാം, ഇറ്റ് ഈസ് ദ റിസർച്ച് മെത്തേഡ് ഇൻവോൾവിങ് ആൻഡ് അപ് ടു ക്ലോസ് ആൻഡ് ഇൻ ഡെപ്ത് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റഡി. അതായത് ഒരു പെർട്ടിക്കുലർ കേസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുക, ഇൻഡെപ്തായിട്ട് സ്റ്റഡി ചെയ്യുക. അതാണ് കേസ് അനാലിസിസിൽ പറയുന്നത്. ദ പെർട്ടിക്കുലർ ടോപ്പിക് ടു ബി സ്റ്റഡീഡ് മോർ ക്ലിയർലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ദാറ്റ് ഈസ് ദ കേസ് അനാലിസിസ്. ദ ഫോർത്ത് പോയിന്റ് ഈസ് പൈലറ്റ് സ്റ്റഡി. പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്? പൈലറ്റ് സ്റ്റഡി ഈസ് ദ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്റ്റഡ് ബിഫോർ ദ മെയിൻ സ്റ്റഡി. അതായത് നമ്മുടെ മെയിൻ സ്റ്റഡിക്ക് മുന്നായിട്ട് നമ്മൾ ഒരു പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ട് ചെയ്യുക. അതിനെ പറയുന്നതാണ് പൈലറ്റ് സ്റ്റഡി എന്ന്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു ചെക്ക് ദ ഫീസിബിലിറ്റി ഓർ ഇംപ്രൂവ് ദ റിസർച്ച് ഡിസൈൻ ഫോർ ദ റിസർച്ച്. അതായത് പൈലറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന് ഒരു ഡെമോ സ്റ്റഡി നടത്തുക അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി സ്റ്റഡി നടത്തുക. അതിനാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഡെമോ സ്റ്റഡി നമ്മൾ നടത്തുമ്പോൾ എന്താണ്? നമുക്ക് നമ്മുടെ ഡിസൈനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യാനും നമുക്ക് ഈ പൈലറ്റ് സ്റ്റഡി വഴി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ മെയിൻ 4 types of exploratory research design. First is experience survey, second is secondary data analysis, third is case study and fourth one is pilot study. Next we move on casual research design. Casual research design എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ casual research എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. Casual research എന്ന് പറഞ്ഞാൽ എന്താണ്? It mainly focus on the cause and effect relationship. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് കോൾഡ് കാഷ്വൽ റിസർച്ച്.
അതായത് ഇതിൻ്റെ അത് നമ്മൾ മെയിനായിട്ട് എന്താണ് കോസ്, എന്താണ് അതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യാണ് കാഷ്വൽ റിസർച്ചിൽ ചെയ്യുന്നത്. കാഷ്വൽ റിസർച്ചിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സിമുലേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസർച്ചർ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ റീക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന സ്റ്റഡീൻ്റെ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സംഭവത്തിനെ നമ്മൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനൊരു ഇമാജിനേഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ആ സിറ്റുവേഷനെ. അതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് എ സിറ്റുവേഷൻ. നമ്മുടെ പെർട്ടിക്കുലർ സിറ്റുവേഷനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന പ്രോസസ്സിനെ പറയുന്നതാണ് സിമുലേഷൻ. ഇറ്റ് ഈസ് ദ മോഡൽ ഓർ റെപ്രസെൻറ്റേറ്റീവ് എക്സാമ്പിൾ ഓഫ് ദ സംതിങ്. അതായത് എന്തെങ്കിലിൻ്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് എക്സാമ്പിൾ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു, അതിൻ്റെ ഒരു മോഡൽ ആദ്യം ഉണ്ടാക്കി നോക്കിയിട്ടായിരിക്കില്ലേ കാർ ഉണ്ടാക്കാൻ തുടങ്ങുന്നതും. ഒരു മോഡൽ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കും, അതിന് ശേഷമായിരിക്കും നമ്മൾ ആ കാറ് ശരിക്കും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതാണ് പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനെ റീക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ സിമുലേഷൻ. അപ്പോൾ അതാണ് സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് അതിൻ്റെ അകത്ത് എക്സ്പെരിമെൻറ്റേഷൻ ഓർ നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ. എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ടെസ്റ്റിംഗ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടു ഗ്രൂപ്പ്സ്. അതായത് രണ്ട് ഗ്രൂപ്പ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് എക്സ്പെരിമെൻറ്റേഷനിൽ പറയുന്നത്. ദാറ്റ് മീൻസ് എക്സ്പെരിമെൻറ്റ് നടത്താം, നമ്മുടെ സിറ്റുവേഷനെ നമ്മളൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുക, അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് ഒക്കെ എന്താണെന്ന് അറിയാനായിട്ട് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് കൺട്രോൾ ഗ്രൂപ്പ് ആവാം, എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് ആവാം, എന്തും നമുക്ക് സെലക്ട് ചെയ്യാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി സെറ്റപ്പ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബോറട്ടറി ഓർ ഫീൽഡിലായിരിക്കും നമ്മൾ മെയിൻലി എക്സ്പെരിമെൻ്റൽ ആൻഡ് നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ആൻഡ് നാച്ചുറൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മെയിൻലി കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബോറട്ടറി ഓർ ഫീൽഡ് വർക്കിലായിരിക്കും നമ്മൾ മെയിൻലി ഇത് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ്റെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ചിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ഇനിയുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയിൻലി നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലോറേറ്ററി ആൻഡ് കാഷ്വൽ റിസർച്ച്. എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോബ്ലം ക്ലിയർലി മെൻഷൻ ചെയ്യാത്ത കേസസിലാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യുന്നത്. കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയബിൾസ്. അതാണ് കാഷ്വൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് റിസർച്ച് ഡിസൈൻ നോക്കാം. താങ്ക് യു.